കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾക്കുണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതുപോലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് ആളുകൾ ചെറുതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായതിനു ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് പീരിയഡ്സ് പോലുള്ള ലക്ഷണങ്ങളെല്ലാം വന്നിട്ട് കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് ആകാറുണ്ട്. ഏറെക്കുറെ നമുക്കുണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളും പീരിയഡ്സ് ലക്ഷണങ്ങളും ഒക്കെ സെയിം ആണ്. പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് വരാൻ പോകുന്നത് പീരിയഡ്സ് ആയിരിക്കും, പ്രഗ്നൻസി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പലരും നേരത്തെ കയ്യിലുണ്ടാകുന്ന പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ പീരിയഡ്സ് ആവാൻ വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും PCOD ഉണ്ടെങ്കിലും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ആണെങ്കിലും ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പ്രഗ്നൻസി ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ആളുകൾക്ക് പീരിയഡ് ഡേറ്റിൽ ചെറുതായിട്ട് സ്പോട്ടിംഗ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്. റിട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പലർക്കും തന്നെ ഉണ്ടാവാറുണ്ട്. അതായത് ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന ലക്ഷണം, നമുക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ വജൈനയുടെ ഓപ്പണിംഗിൽ വേദന അനുഭവപ്പെടുക. പീരിയഡ്സിന്റെ എക്സസ് ആയിട്ട് ഫ്ലോ ഉണ്ടാകുന്ന ദിവസം പലർക്കും വജൈനിങ്ങിന്റെ ആ ഒരു ഓപ്പണിംഗിൽ തന്നെ വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ വജൈനയുടെ ആ ഒരു പോർഷനിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ലീഫ് പോലെ ഇരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനും അതായത് ലാബിയ പോർഷൻ, ലാബിയയുടെ ഇന്നർ പോർഷനിലും ഔട്ടർ പോർഷനിലുമായിട്ട് പലർക്കും വേദന അനുഭവപ്പെടാറുണ്ട്. ഹെവി ആയിട്ട് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവുന്ന സമയത്താണ് പ്രോബബിളി നമുക്ക് ഈ ഒരു ലക്ഷണം കണ്ടുവരുന്നത്. എന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ഒരു വേദന അനുഭവപ്പെടാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഈ ഒരു വേദന ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മുടെ ആ ഒരു വെജൈനൽ പോർഷനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ്. മറ്റുള്ള അണുക്കളൊക്കെ ശരീരത്തിന്റെ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെർവിക്സിന്റെ ഭാഗത്തോട്ട് നമ്മുടെ വജൈനൽ പോർഷനിലോട്ടൊക്കെ ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകാറുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു പ്രൊട്ടക്റ്റിംഗ് ലെയർ അവിടെ ഉണ്ടാവുകയും വജൈന കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ നറിഷ് ചെയ്യണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുമ്പോഴേക്കും, അത് നോർമലി നമുക്ക് ഉണ്ടായതിനേക്കാളും ഒരുപാടായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു ബ്ലഡ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള വേദന ഭയങ്കര വേഴ്സ് ആയിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പീരിയഡ്സിന്റെ ദിവസം ഉണ്ടാവുന്ന ലക്ഷണമാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തെന്ന് പറയുന്നത്, നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന തൈസിൽ വേദന ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ തൊടയുടെ പുറമെയുള്ള ഭാഗത്ത്, അകമെയുള്ള ഭാഗമല്ല, അകത്തുള്ള ഗുഹ്യഭാഗമല്ല, തൊട്ട് പുറകിലുള്ള പോർഷനിൽ പലർക്കും വേദന അനുഭവപ്പെടാറുണ്ട്. ഈ വേദനയും നമുക്ക് ആ ഒരു ഭാഗത്തുണ്ടാവുന്നത് നമ്മുടെ പീരിയഡ്സിന്റെ ആ ഒരു സെക്കൻഡ് ഡേ ഒക്കെ ഫ്ലോ കൂടുതലുള്ള ദിവസങ്ങളിലായിരിക്കും. എന്നാൽ ഇതും പ്രഗ്നൻസി ലക്ഷണമായിട്ട് പലർക്കും ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം, നമ്മൾ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ യൂട്രസ് എക്സ്പാൻഡ് ആവണമെങ്കിൽ അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള മസിൽസും ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഈ റിലാക്സിൻ ജോയിൻസിനെയും അതുപോലെ മറ്റുള്ള മസിൽസിനെയും ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഹോർമോണാണ്. റിലാക്സിൻ ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു യൂട്രസ് എക്സ്പാൻഡ് ആവുന്നതിന്റെ ആ ഒരു പ്രഷർ പുറമെയുള്ള കീഴ്പോട്ടേക്കുള്ള ഭാഗത്തോട്ട് കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ചുറ്റുമുള്ള ലോവർ അബ്ഡോമിന് നേരെ താഴെയുള്ള ജോയിൻസ്, അതുപോലെ നമ്മുടെ ഹിപ്പ്, നമ്മുടെ തൊടയുടെ പോർഷൻ, നമ്മുടെ മുട്ടിന്റെ അവിടെ, ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ലക്ഷണം ഉണ്ടെങ്കിലും നിങ്ങൾ കൂടുതലൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാലാസന പോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മസിൽസ് ഒക്കെ കുറേയും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആകും. അത് എക്സ്പാൻഡ് ആവാനായിട്ട് ഒരുപാട് സപ്പോർട്ട് ശരീരത്തിനും കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് മാലാസന, ലെഗ് അപ്പ് ദ വോൾ, അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കണ്ടതിന് ശേഷവും നിങ്ങൾ പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നമുക്ക് ഭയങ്കര സ്മെൽ സെൻസിറ്റിവിറ്റി കിട്ടുക. അതായത് നിങ്ങൾ പേർലി മാണിയുടെ ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്മെല്ല് വരെ എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് വരുന്ന ഒരു സിംറ്റമാണ് പേർലി മാണി അതിൽ കൺവേ ചെയ്തത് കേട്ടോ. ഒരുപാട് പേർക്ക് നമുക്ക് അതിനുള്ള ലക്ഷണം ഉണ്ടാവാറുണ്ട്. അങ്ങ് ദൂരെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുക, നമ്മുടെ ഒരു ഘ്രാണശക്തി ഭയങ്കരമായിട്ട് വർദ്ധിക്കുക എന്ന് പറയും. ഒരുപാട് എന്നെ പ്രഗ്നൻസി സമയത്ത് കളിയാക്കിയിട്ടുണ്ട്, നീ എന്താ പട്ടിയാണോ എന്ന് ചോദിച്ചു.
വെച്ചിട്ട്. കാരണം പട്ടികൾക്കാണല്ലോ ആ ഒരു സ്മെല്ല് കൂടുതലായിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അങ്ങനെ എടുക്കുമ്പോഴേക്കും ആ ഒരു ഇതുകൊണ്ട് പലരും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഗ്നൻസി സമയത്ത് നമ്മൾക്ക് സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് ആ ഒരു സ്മെല്ല് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ പല ആളുകൾക്കും അത് വേഴ്സ് ആവാനായിട്ടും ചാൻസ് ഉണ്ട്. എൻ്റെ സിറ്റുവേഷനിൽ അതൊരു വേഴ്സ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ല് കൂടുതലായിട്ട് വരുമ്പോഴേക്കും വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഭയങ്കര കൂടുതലായിരുന്നു. ചെറിയൊരു സ്മെല്ല് ഏതിൻ്റെ ആയിക്കോട്ടെ, ചെറിയൊരു സ്മെല്ല് മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ചു കയറി കഴിഞ്ഞാൽ അത് വൊമിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ടെൻഡൻസീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് മറ്റൊരു ലക്ഷണം. 4ാമത്തെ സിംറ്റം എന്ന് പറയുന്നത്, അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഉപ്പൂറ്റിയിലുണ്ടാകുന്ന നീർക്കെട്ടാണ്. ഉപ്പൂറ്റിയിൽ നീർക്കെട്ടെന്ന് പറയുമ്പോഴേക്കും ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് കുറച്ച് നേരം നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗം ഭയങ്കരമായിട്ടും വേദന അനുഭവപ്പെടുക. ചില ആളുകൾക്കെന്ന് പറയുന്നത് കുറേ നേരം കസേരയിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന ഉണ്ടാവുക. ചിലവർക്ക് കുറേ നേരം കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന ഉണ്ടാവുക. കാല് കുത്തി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അസഹനീയമായിട്ടുള്ള വേദന പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവാറുണ്ട്. പലരും ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ലക്ഷണമാണത്. കാരണം ഒരുപാട് പേരും ഇതൊരു പ്രഗ്നൻസി ലക്ഷണമായിട്ട് അങ്ങോട്ട് ചിന്തിക്കില്ല. എൻ്റെ പ്രഗ്നൻസി സമയത്ത്, എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് ഞാൻ ഒരുപാട് പേടിച്ച, ഒരുപാട് ടെൻഷൻ അടിച്ച ഒരു ലക്ഷണമായിരുന്നു ഇത്. ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ കണ്ടിട്ട് ഞാൻ ഒരുപാട് ഓർത്തോ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതെന്ന് അറിയില്ല. ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു കാല് എടുത്ത് പൊക്കി അടുത്തൊരു ബാത്റൂമിൻ്റെ ഡോറിലോട്ട് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഡെലിവറി കഴിഞ്ഞ് ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വേദന ഏകദേശം എനിക്ക് ശമനമായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് പറയാനായിട്ട് പറ്റില്ല, പക്ഷേ ഏകദേശം നമുക്ക് ആ ഒരു വേദന ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പലർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് അവരുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴും, ചില ആളുകൾക്ക് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുമ്പോഴേക്കും, ചിലർക്ക് പുവർ സർക്കുലേഷൻ ഉണ്ടാവുമ്പോഴും, അതുപോലെ ചിലർക്ക് വെള്ളത്തിന്റെ റിക്വയർമെന്റ്സ്, ശരീരത്തിൽ കിട്ടേണ്ട വെള്ളം കിട്ടാതെ വരുമ്പോൾ, അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ സംഭവിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന ഈ ഒരു ലക്ഷണങ്ങൾ ഏകദേശം ഡെലിവറി കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ക്ലിയർ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ചൊന്ന് വിയേർഡായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതും ഏറ്റവും പല ആളുകൾക്കും വിയേർഡ് ആണെങ്കിൽ കൂടി തന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇവയാണ്. നിങ്ങൾക്ക് ഈ ലക്ഷണം ഉണ്ടെങ്കിലും ലക്ഷണമില്ലെങ്കിലും ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസിയുടെ യാതൊരു തരത്തിലുള്ള ലക്ഷണവും സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇല്ലാതെ ഇരുന്നിട്ട് കൂടി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആവേണ്ട, ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ താഴെ നിങ്ങൾ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സെക്സ്, ഫിസിക്കൽ കോൺടാക്ട് അങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഞരമ്പന്മാർ ചാനലിൽ മെസ്സേജ് അയക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ചാനലിൽ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തത് കൊണ്ടായിരിക്കണം അവന്മാർ മെയിലിലും കമൻറ്റ് റിപ്ലൈ അയക്കാനായിട്ട് തുടങ്ങി കേട്ടോ. എടി ആരാടി നിന്റെ ഞരമ്പനെന്ന് ചോദിച്ചിട്ടാണ് അവന്മാർ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്ക് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് ചാനൽ ഡ്രോപ്പ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. കാരണം ഇതുപോലുള്ള കാര്യങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ചാനൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുപോലുള്ള മെയിലും അതുപോലെ വേറെ എന്തെങ്കിലും മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കഴിവതും ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലൈൻ പോലും വായിക്കാതെ റിപ്പോർട്ട് അടിച്ചങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വിടുക. ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനവും കൂടി പോകും, നമ്മൾ അത്രയും കൂടി തഴന്താണ് പോകും. അത്രയുള്ള നീചന്മാരായിട്ടുള്ള ആളുകളും ഞരമ്പന്മാരായിട്ടുള്ള ആളുകളും ആട്ടോ അത്. ഓക്കെ, അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം ഒരു 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ, 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കൃത്യമായിട്ട് എണ്ണി പറയുന്നതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.